അമ്മായിയമ്മയോട് സംസാരിക്കും, അത് വഴക്കിലേക്ക് പോകുന്നു എന്ന് കരുതുക. നമ്മളൊരു കാര്യം ഓർക്കുക, മിക്കവാറും എല്ലാ അമ്മായിയമ്മമാരും എന്തായാലും നമ്മളെക്കാട്ട് എത്രയോ വയസ്സിന് മുതിർന്നവരായിരിക്കും. മിക്കവർക്കും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് അറിയാവുന്ന വാക്കുകൾ ചിലപ്പോൾ നമുക്ക് വളരെ മോശമായിരിക്കും. അവരുടെ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും കേട്ടിരുന്ന കുറേ വാക്കുകൾ കാണും. ആ വാക്കുകളായിരിക്കും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചീത്ത വാക്കുകളായിട്ട് വരുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ആ വാക്കുകൾക്ക് മറുപടി നമുക്ക് അതുപോലെ പറയാൻ നമ്മൾ നാവിന് പറ്റുകയില്ല. അതായത് ഇതെന്താ ഈ പറയുന്നത്, ഇതിനെന്ത് മറുപടി ഞാൻ പറയും എന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന വിഷമത്തിലിരുന്ന് വെറുതെ സമയം കളഞ്ഞ് അമ്മായിയമ്മയെ വീണ്ടും വീണ്ടും വാക്കുകൾ, മോശമായ വാക്കുകൾ കേട്ടു തുടങ്ങുമ്പോൾ ഒറ്റക്കാര്യം അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ഒരുപാട് ചീത്ത വാക്കുകളാവരുത്, അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു വയ്ക്കുക. അത് നമ്മൾ തിരിച്ച് മറുപടി പറയുന്ന സമയമാണെങ്കിൽ, പറയുന്നവരാണെങ്കിൽ, അങ്ങനെ ഞാൻ പറയുന്നില്ല, പറയുന്നവരാണെങ്കിൽ അളമുറ്റിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാകും. പ്രതികരിക്കാനുള്ളിടത്ത് നമ്മൾ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും വളരെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. ഒന്നുകിൽ നമ്മളോട് ആരാണ്, അമ്മായിയമ്മയാണ് മോശമായി സംസാരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നെങ്കിൽ നമ്മൾ അവരോട് തന്നെ തിരിച്ച് പറയുക, സംസാരിക്കാനുള്ളത് പറയണം. അല്ലെങ്കിൽ നമുക്കതിനുള്ള വോയിസ് ഇല്ല, അല്ലെങ്കിൽ നമുക്കതിന് പറ്റുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയല്ല, തിരിച്ചു പറയാനുള്ള കഴിവുള്ള വ്യക്തിയല്ല ഞാൻ ഉള്ള ഒരു മൈൻഡുള്ള ആളുകളാണെങ്കിൽ മറ്റൊരാൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് നിങ്ങളെ കേൾക്കാനായി മനസ്സ് കാണിക്കുന്നു എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭർത്താവിനോട് പറയാം. എന്നിട്ട് പറയാം, ഇത് എനിക്ക് തിരിച്ചൊന്നും പറയാനറിയില്ല, എൻ്റെ മനസ്സിലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഒരാളെൻ്റെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് ആശ്വാസം, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയും. അത് കേൾക്കാൻ മനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഭർത്താവ് കേൾക്കും, ഇല്ല. അങ്ങനെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അമ്മായിയമ്മയ്ക്ക് എതിരെ സംസാരിച്ച് അത് വേറൊരു ലെവലിലേക്ക് പോകേണ്ട കാര്യം. പക്ഷേ ഭർത്താവ് ഇതിലൊന്നും ഇടപെടുന്നില്ല, നിങ്ങളുടെ കാര്യം എനിക്കൊന്നും കേൾക്കണ്ട, ഈ ഒരു മനസ്സുള്ള ആളാണെങ്കിൽ നമ്മളൊരിക്കലും അവരുടെ മുന്നിൽ പോയി ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ ഒരാൾ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കുന്നെങ്കിൽ അതിനുള്ള മറുപടി നമ്മൾ അപ്പോൾ തന്നെ കൊടുക്കണം. വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നതിൽ ഒരു പ്രശ്നവുമില്ല, സഭ്യമായിരിക്കണം. അവരസഭ്യം പറഞ്ഞോട്ടെ, അത് അവരുടേതായിട്ടുള്ള കൾച്ചർ എന്ന് മാത്രം പറയും. അതിനാണ് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് വാക്ക്, മോശം, അതിമോശം, അസഭ്യമായ ഇംഗ്ലീഷ് വാക്കുകളല്ല, ചെറിയ ചെറിയ പൊടുപ്പും തങ്ങലുമൊക്കെയുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉണ്ട്. അത് മിക്ക സിനിമകളിലൊക്കെ കേൾക്കാറുണ്ട് നിങ്ങൾ. അത് കുറച്ച് പഠിച്ച് വയ്ക്കുക. അവർക്കും അതറിയാൻ പറ്റും. സിനിമ കാണുന്നവരാണെങ്കിൽ ഈ വാക്കുകൾ ഇന്നതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില വാക്കുകൾ ഇവർക്ക് ഇംഗ്ലീഷിൽ എൻ്റെ മരുമകൾ ദേ ഈ വാക്കാണ് എന്നെ പറഞ്ഞതെന്ന് പറഞ്ഞ് മൂന്നാമതൊരാളോട് പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ പറയൂ, നിങ്ങളോട് അതിര് വിടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കണം, പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിലേക്കാണ് കീഴുന്നത്. കാരണം നിങ്ങളെ ഒരാൾ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് കേട്ട് വിങ്ങുകയാണ്. ആ വിങ്ങൽ ഇല്ലാതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ വിങ്ങലിൻ്റെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ആ വിങ്ങൽ കൂടിക്കൂടി വരികയുള്ളൂ. അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വരും. നിങ്ങൾ വേറെ ഒരു രീതിയിലേക്ക് പോകും.
ഡിപ്രഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നമാവും നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചാൽ തിരിച്ച് പ്രതികരിക്കണം. പ്രതികരിച്ച് അതവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ഒരാളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, തിരിച്ച് അവരൊന്നും പ്രതികരിക്കുന്നേ ഇല്ല, എല്ലാം കേട്ട് സഹിക്കുന്നു, കരയുന്നു, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ പറയുന്ന ആൾ വിചാരിക്കും, അവളെ എന്ത് പറഞ്ഞാലും അവളൊന്നും തിരിച്ചു പറയത്തില്ല, അതുകൊണ്ട് പറയാം, തുടർന്നുകൊണ്ടേയിരിക്കാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർ കാണും. അപ്പോൾ നമ്മളെന്താണ്, ഒരിക്കലും ഒന്ന് തിരിച്ച് അതേ രീതിയിലുള്ള ഒരു മറുപടി തിരിച്ച് ചോദിക്കും, പറയില്ല. അപ്പോൾ അവർ ഒന്ന് ഭയക്കും, പിന്നീട് നമ്മളോടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരാനായി. കാരണം ഇവൾ പ്രതികരിക്കുന്നവളാണ് നല്ല ഭാഷയിൽ, ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ. അവിടെ അസഭ്യമായ വാക്കുകളുടെയോ അനാവശ്യമായ കാര്യങ്ങളുടെയോ വഴക്കും ബഹളോ തല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മലയാളത്തിൽ നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ അവരുടെ ഓരോ വാക്കുകൾക്കും കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചെടുത്താൽ ഒരു അമ്മായിയമ്മയും നിങ്ങളുടെ നേരെ വന്നു നിന്ന് അനാവശ്യമായ സംസാരം ഉണ്ടാക്കുകയില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ വിചാരിക്കും അപ്പുറവും ഇപ്പുറവും ഒക്കെ വീടുകളുണ്ട്, റോഡുണ്ട്, ആളുകൾ കേൾക്കും, ഇങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. അവരുടെ ആരുടെയും പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളത് വ്യക്തമായി കാര്യം പറയാം, കേൾക്കുന്നവർക്കും ബോധ്യപ്പെടണം അവിടെ ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതുക്കെ ശാന്തമാകാൻ തുടങ്ങും. പറയേണ്ടത് പറയണം. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും നിങ്ങൾക്ക് ഇത്രയും വഴക്കുകൾ അല്ലെങ്കിൽ മോശം വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അതവിടെ ഒരു പക്ഷേ തിരിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ ക്ലിയറായി പോകും. ചിലപ്പം അങ്ങനെ ഒന്ന് സംസാരിക്കുന്നതോടുകൂടി ആ വീട്ടിലെ അനാവശ്യമായ വഴക്കുകൾ അങ്ങനെ ഒഴിവായി പോകാനും ചാൻസ് ഉണ്ട്. ഒറ്റ കാര്യം, ആ വഴക്കുകൾ വലുതായി വീട്ടിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയുള്ള കരുത്ത് നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ വാടി തളർന്നു പോകുകയുള്ളൂ. അവസാനം ഇങ്ങനെ ആലോചിച്ചിരുന്ന് നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിച്ച് ആത്മഹത്യ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം, എനിക്കാരുമില്ല എന്ന രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ മനസ്സിനേൽക്കുന്ന ഓരോ മുറിവും പതുക്കെ ഉള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങും. അത് ഓരോ അവയവങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ അസുഖങ്ങളുടെ ഭാഗത്തിൽ നമ്മളുടെ ശരീരത്തെ കാർന്ന് തിന്ന് ശരീരവും മനസ്സും നശിച്ച് ജീവിതമേ നാശമായി പോകുന്ന അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക.